നമസ്കാരം. ഉളുപ്പുണ്ടോ പിണറായി ഇങ്ങനെ ഓന്തിനെ പോലെ തരാതരം നോക്കി നിറം മാറി കളിക്കാൻ? പച്ചയായ രാഷ്ട്രീയ നാടകം കാണണമെങ്കിൽ ദേ ഇവിടെ ഈ കേരളത്തിൽ പിണറായി മന്ത്രിസഭയിലേക്ക് നോക്കണം. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നു എന്ന് പറയാൻ കഴിയില്ല. ജനങ്ങളുടെ മുന്നിൽ നിന്നാണ് ഒരു മറയുമില്ലാതെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടിന് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൂട്ടുന്നത്. വികസനത്തിനോ ജനക്ഷേമത്തിനോ എതിരല്ല ഈ വാർത്ത. പക്ഷേ ജനങ്ങളെ മണ്ടന്മാരാക്കി അധികാര ദുർവിനിയോഗം നടത്തുന്ന, അവരുടെ കഞ്ഞിയിൽ പാറ്റയിട്ടും പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരിയും അലക്കി തേച്ച ഖദറുമിട്ട് നടക്കുന്ന മേലാളന്മാർക്കെതിരെയുള്ള പൊതുജന രോക്ഷമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഏറെ ചർച്ചകൾക്കിടയാക്കിയ ഒരു ഭരണകാലമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണി സർക്കാർ. രണ്ടാം ഘട്ട ഭരണത്തിന്റെ അവസാന വട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ നിരവധി ആരോപണങ്ങളുടെയും വിവാദങ്ങളുടെയും ചൂടിലാണ്. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു കേരള മാതൃക എന്ന മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും ഇന്ന് ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മാതൃക ജനക്ഷേമത്തിനോ അതോ അധികാര ആർത്തിക്കോ വേണ്ടിയാണോ? ഏറ്റവും ഒടുവിൽ കത്തി നിൽക്കുന്ന പിണറായി സർക്കാരിനെതിരെ ഉയർന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് സ്വർണ്ണക്കടത്ത് കേസ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ ചർച്ചയായ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ബന്ധമുള്ള ചില വ്യക്തികൾ അന്വേഷണ വിധേയരായി. ജനങ്ങൾക്കിടയിൽ ഈ സംഭവം സർക്കാരിന്റെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടാൻ കാരണമായി. ഇതിനു പിന്നാലെ ലൈഫ് മിഷൻ അഴിമതി, കിഫ്ബി ധനമാറ്റം, പോളിസി തീരുമാനങ്ങളിലെ സ്വജനപക്ഷപാതം, സ്മാർട്ട് സിറ്റി പ്രോജക്ട് കരാറുകൾ തുടങ്ങിയവയൊക്കെ മാധ്യമങ്ങളിൽ പ്രധാന തലക്കെട്ടുകളായി. ആരോപണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. പക്ഷേ അന്വേഷണ ഏജൻസികളും കോടതി നടപടികളും സൂചിപ്പിക്കുന്നത് ഈ വിഷയങ്ങളിൽ ഭരണകൂടത്തിന്റെ പങ്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ്. പിണറായി വിജയൻ ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഭരണാധികാരിയായി പ്രസിദ്ധിയാർജിച്ചെങ്കിലും പിന്നീട് അതിൽ വ്യത്യാസം സംഭവിച്ചു. നവകേരള മിഷൻ, കിഫ്ബി പദ്ധതികൾ, റോഡ് വികസനം, പുനർവാസ പദ്ധതികൾ തുടങ്ങിയവ ഭംഗിയാർന്ന രീതിയിൽ അവതരിപ്പിച്ചെങ്കിലും അവയിൽ പലതും നടപ്പിലാക്കുന്നതിൽ വൈകല്യങ്ങളും അനിശ്ചിതത്വങ്ങളും പ്രകടനമാണ്. സമീപകാലത്തെ പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ, സാമൂഹ്യ ക്ഷേമനിധികൾ, വീട്ടുനിർമ്മാണ പദ്ധതികൾ, വായ്പാ പദ്ധതികൾ തുടങ്ങിയവയെ ജനങ്ങൾ ആദ്യം സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലും ഇപ്പോൾ അതിനു പിന്നിലെ രാഷ്ട്രീയ ഉദ്ദേശ്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാവുകയാണ്. പെൻഷൻ തുക തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കം പോലെ പെട്ടെന്ന് കൂട്ടി വിതരണം ചെയ്യാൻ തുടങ്ങിയത് ജനങ്ങൾ ശ്രദ്ധിച്ചു. അതുപോലെ പുതിയ പദ്ധതികളുടെ പേരിൽ കോടികൾ ഒഴുക്കുന്നതും അതിനുള്ള ഉറച്ച ധനസ്രോതസ്സുകൾ ഇല്ലാതെ നടക്കുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലായ കേരളത്തിന്റെ നിലയിൽ ഈ പദ്ധതികൾ എത്രത്തോളം പ്രായോഗികമാണ് എന്നത് ചോദ്യം. വിവിധ സംഘടനകൾ ആരോപിക്കുന്നത് ഈ ക്ഷേമ പദ്ധതികൾ ജനക്ഷേമം എന്നതിലുപരി ജന വോട്ട് ശേഖരണം ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ്. സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ നീങ്ങാത്ത അവസ്ഥ, നിയമനങ്ങളിൽ പാർട്ടി സ്വാധീനം, ഭരണകാര്യങ്ങളിൽ പാർട്ടി ഇടപെടൽ എന്നിവ പൊതുജനങ്ങളിലെ അസംതൃപ്തി വർദ്ധിപ്പിച്ചു. സർക്കാർ പ്രവർത്തനങ്ങൾ ജനാധിപത്യമായതിനേക്കാൾ ഏകാധിപത്യമായ രീതിയിലാണ് എന്ന വിമർശനങ്ങൾ വ്യാപകമായി ഉയരുകയാണ്. പിണറായി സർക്കാർ പലതവണ ജനങ്ങൾക്കായി സുതാര്യതയും ഉത്തരവാദിത്വവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും നിർണായക വിഷയങ്ങളിൽ അതിന്റെ നിലപാട് പലപ്പോഴും സംശയാസ്പദമായി. ഭരണനിർണയങ്ങളിൽ മന്ത്രിമാരുടെ സ്വതന്ത്ര നിലപാട് ഇല്ല എന്നതും എല്ലാ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വരുന്നത് എന്നതും പലരെയും ആശങ്കപ്പെടുത്തുന്നു. പിണറായി സർക്കാർ മാധ്യമങ്ങളെ എപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗമാണെന്ന രീതിയിൽ കാണുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതോ അവരെ പ്രതിപക്ഷ ചാനൽ എന്ന് മുദ്ര കുത്തുന്നതോ സർക്കാർ ജനാധിപത്യ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നതിന്റെ സൂചനകളാണ്. ജനങ്ങൾ ഇന്ന് കൂടുതൽ ബോധവാന്മാരാണ് സർക്കാരെ. അവർ ക്ഷേമ പദ്ധതികളുടെ കണക്കുകൾ ചോദിക്കുന്നു. ഇത്രയും കാലം ഇല്ലാത്ത പണം എവിടെ നിന്ന്, എത്ര പേർക്ക് ലഭിച്ചു, എത്ര തുക ബാക്കി എന്നിങ്ങനെ. സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും സർക്കാർ പ്രവർത്തനം പാർട്ടിയുടെയും പ്രചരണ യന്ത്രത്തിന്റെയും കൂട്ടുകെട്ടായി മാറി. കേരളത്തിലെ ജനങ്ങൾ ചരിത്രപരമായി ഭരണത്തെ വിലയിരുത്തുന്നവരാണ്. പിണറായി വിജയന്റെ ഭരണകാലം കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല തുടങ്ങിയവയിൽ ചില നേട്ടങ്ങൾ കൈവരിച്ചതായി അംഗീകരിക്കാമെങ്കിലും അതിനൊപ്പം അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ പ്രചരണ രീതികളും ഭരണത്തിന്റെ വിശ്വാസ്യത തകർത്തു എന്നത് വാസ്തവമാണ്. സർക്കാരിന്റെ നിലപാട് പലപ്പോഴും ഞങ്ങൾ മാത്രം ശരിയെന്നതാണ്. കഴിഞ്ഞ ദിവസം PM ശ്രീയിൽ പാർട്ടി വിഭാഗീയത രൂക്ഷമായപ്പോൾ ഇരട്ടച്ചങ്കൻ പെട്ടെന്ന് അയഞ്ഞു, പാർട്ടിക്ക് വിധേയനായി. മാസങ്ങളായി ന്യായമായ അവകാശങ്ങൾക്കായി റോഡ് വക്കിൽ രാപ്പകലില്ലാതെ കുറെ സ്ത്രീകൾ നിലവിളിച്ചപ്പോൾ എവിടെ പോയി പിണറായി സർക്കാരിന്റെ നീതി? PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട്
പോക്കിൽ തള്ളിയ റാങ്ക് ഹോൾഡേഴ്സ് ഉപ്പുകല്ലിൽ തപസ് ചെയ്തപ്പോൾ എവിടെ പോയി പിണറായി? കടക്കുപുറത്തെന്ന് ആക്രോശിച്ച മുഖ്യന്റെ നാവ് സ്വന്തം കസേര തെറിക്കുമെന്ന് വന്നപ്പോൾ എന്തേ പൊങ്ങാതെ പോയി? അങ്ങനെ എണ്ണി എണ്ണി ചോദിച്ചാൽ പിണറായി സർക്കാരിന്റെ മേൽക്കൂര ആടി ഉലഞ്ഞു പോവും സഖാക്കളെ. എന്നിട്ട് പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ അതുവരെ പിടിച്ചുവെച്ച ന്യായമായ അവകാശങ്ങൾ ഖജനാവിൽ കൈയിട്ട് വാരി വിതറുന്നത് ജനങ്ങളുടെ പട്ടിണിയെയും നിസ്സഹായതയെയും വോട്ട് ബാങ്കാക്കി മാറ്റുന്ന ഉളുപ്പില്ലായ്മയാണ് നേതാവേ, പൊതുജനക്ഷേമമല്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച